സെക്രട്ടറിയുടെ മുന്നിൽ വെച്ച് ചോദിക്കുമ്പോൾ കാര്യം അങ്ങോട്ടും വ്യക്തമാകണം. പോലീസിന്റെ ഭാഗത്തിൽ കൃത്യവിലോപം ഉണ്ട് എന്നുള്ളത് വ്യക്തമാവണം. അതിനുവേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സമരം തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ സമരം ശക്തപ്പെടുത്തണം, ഊർജിതപ്പെടുത്തണം. ഇതിന് നിങ്ങളെല്ലാവരും സഹകരണം വേണം. നമ്മുടെ പൈസ ലക്ഷക്കണക്കിന് രൂപ പലരും ഇവിടെ കിടക്കുന്നുണ്ട്. നിസ്സാര സംഖ്യയല്ല. ഇപ്പൊ ഈ സതീശന്റെ ഒക്കെ നല്ലൊരു സംഖ്യ ഉണ്ട്. നമുക്ക് പുറത്ത് പറയാൻ വിഷമമുണ്ട്. ബാബു സാറിന്റെ എൻ്റെ ഉണ്ട്, പിന്നെ മത്തായി സാറിന്റെ ഒക്കെ മോർ ദാൻ 50 lakhs. മത്തായി സാർ ഇവിടെ ഉണ്ടായിരുന്നു. ഷാബു ജോർജ് ഒക്കെ 1 കോടിയുടെ അടുത്ത് പൈസ ഉണ്ട്. പിന്നെ അതുപോലെ പലരുണ്ട്. ഇതൊന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ടുള്ള വൃദ്ധകാലത്തെ കാര്യങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചിട്ടുള്ള പൈസയാണ്. ഇത് വിട്ടുകൊടുക്കാൻ നമ്മളാരും തയ്യാറായത്. നമ്മൾ സ്വല്പം ബുദ്ധിമുട്ടിയാലും ഇത് നേടിയെടുക്കണം. ആ ഒരു ദൃഢപ്രതിജ്ഞ നമ്മൾ ഇന്ന് ഈ നിമിഷം ഇവിടെ എടുത്തുകൊണ്ട് നമ്മൾ ഒരു ചെറിയ പ്രകടനത്തോട് കൂടിയിട്ട് നമുക്ക് ഉച്ചഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 10 അൻസിലും ഭാരതിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേര് 10 അൻസിൽ പോവുക, കുറച്ച് പേര് ഭാരതിൽ പോകാം. അത് പോയിട്ട് എല്ലാവരും ഉച്ചഭക്ഷണം കഴിച്ച് സമൃദ്ധിയിൽ പോയാൽ മതി. എന്താ വെച്ചാൽ നമ്മൾ ഒത്തിരി യാത്ര ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇനി ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് വീണ്ടും യാത്ര ചെയ്യേണ്ട ഒരു ഗതിയായിട്ട് നമുക്ക് വരുത്തില്ല. നമ്മൾ കുറച്ച് റിലാക്സ് ചെയ്ത് നമ്മുടെ ഏജും ഇതാണ്. അതാ ഞാൻ എല്ലാവർക്കും കാപ്പിയും കടി ഏർപ്പാടാക്കി തന്നെ. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും വൃദ്ധരാണ്. ഒരു ചായ കുടിക്കണമെന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. നമ്മൾ സമരത്തിനും ഇൻഗ്ലാബിനും നടക്കേണ്ട പ്രായമല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ സമരം തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ സമരം നമ്മളെ കാര്യം വിജയിക്കുന്നവരെ നമ്മൾ ഈ സമരം തുടരണം. പ്രത്യേകിച്ച് ബാബു സാറൊക്കെ ഒരുപാട് അഭിനയിക്കാറുണ്ട്. ബിക്കോസ് ഈസ് എബോ 80, മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ഒരാളെ എനിക്ക് വിളിച്ചു വരുത്തും. ഞാനൊക്കെ 70 കഴിഞ്ഞിട്ടുണ്ട്. സെബാസ്റ്റ്യൻ സാറൊക്കെ 80 കഴിഞ്ഞ ആളാണ്, മനസ്സിലായോ? സമരത്തിന് വിളിക്കുമ്പോ തന്നെ വരിക എന്നുള്ളത് തന്നെ അവരുടെ മഹാമനസ്കതയും ആ സമരവീര്യം കൊണ്ട് വരണതാണ്. നമ്മളെ കാര്യം നേടിയെടുക്കണം. ഇനി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. ഇന്ന് ഇവിടെ വന്നത് ബഹുഭൂരിപക്ഷം പേരും നല്ല ഉറച്ച മനസ്സോടെയും നല്ല നിശ്ചയദാർഢ്യത്തിലൂടെ വന്നേക്കണം. ഈ തീരുമാനം നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ നേടിയെടുക്കുന്നത്. അതാണ് നമുക്ക് വേണ്ടത്. ഇന്നിവിടെ വന്നിരിക്കുന്നത് ഞാൻ നിർബന്ധമായിട്ട് പറയായിരുന്നു, ഫോണിൽ വോയിസ് മെസ്സേജ് ഇടായിരുന്നു, നിങ്ങൾ വന്നേ മതിയാകും. ഇതിൽ നമുക്ക് ഭീമമായ സംഖ്യ നഷ്ടപ്പെടും, മനസ്സിലായോ? ഇപ്പൊ CBI എൻക്വയറി വരെ എത്തിച്ചിട്ടുണ്ട് കേസ്. അത് നമ്മൾ വിടാനുള്ള ഭാവമൊന്നുമില്ല. ഇപ്പൊ ഞാനും രാഹുലും വിജയനും ജോസഫ് കൂടി തീരുമാനിച്ചിട്ടുണ്ട്, ഇത് പറ്റില്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് 4 കാലിൽ പോകുന്നുള്ളത്. അണ്ടർ സെക്രട്ടറി ഇപ്പോൾ ഓൾറെഡി നമുക്കൊരു ആക്സസ് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ചോദിക്കാനും കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഒരു വേദിയായി കഴിഞ്ഞു. അണ്ടർ സെക്രട്ടറി പോകാൻ പറ്റില്ല. എന്തുകൊണ്ട് ഇനി ഗവൺമെന്റ് ഇതിൽ കളിക്കുന്നു? ഹൈക്കോടതി വിധി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഹൈക്കോടതി വിധി ഗവൺമെന്റ് ഡയറക്റ്റ് ചെയ്തു ഈ കേസ് CBIക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. എന്തുകൊണ്ട് CBIക്ക് ഹാൻഡ് ഓവർ ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് അണ്ടർ സെക്രട്ടറിയോട് സംസാരിച്ചു, മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ഇനി നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണ്ണ സഹകരണം വേണ്ടത്. നമ്മൾ സമരം തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ അവസാനിക്കുന്ന വരെ നമ്മൾ സമരത്തിന് മുൻപന്തിയിലുണ്ടാവണം. എല്ലാവരും സ്വല്പം ബുദ്ധിമുട്ടുണ്ടാവും. പലരും അപൂർവം കുറച്ച് പേർക്ക് ജോലി ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും ജോലി ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ നമ്മൾ റിട്ടയർഡ് ലൈഫാണ്. പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസ, ഇപ്പോൾ സാറിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒക്കെ എന്നോട് പറയാറുണ്ട്, വളരെ വിഷമമുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഹെൽപ്പ്. ആ സമയത്ത് കുറേ പൈസ കോടതി കൊണ്ട് കിട്ടിച്ചൊരു കാര്യം അതും ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അയാളുടെ ഈ അനിൽകുമാറിൻ്റെ 5 വസ്തുവകൾ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാനും സെബാസ്റ്റ്യൻ സാറും സനോജ്, ജോസ് ഇതൊക്കെ ഞങ്ങൾ ആരംഭകാലത്ത് 2022 ജാനുവരി, ഫെബ്രുവരി, മാർച്ച് മാസം ചെയ്തിട്ടുണ്ട്. ആദ്യം ചെയ്യണം. പിന്നെയാണ് നമ്മൾ ഇവൻ്റെ നുണ കേട്ട് വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ സമരം